ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കാക്കു ജിമ്മൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാള് മിന്നു മദ്രസയിൽ പോയിക്കാണ്. അപ്പം നമുക്ക് സ്കൂൾ സ്പോർട്സൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സ്റ്റാഫിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി പോകണം. അല്ലെങ്കിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. സ്പോർട്സ് ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പം കേട്ടോ. അപ്പം അതുപോലെ കാണുന്നുണ്ടോ ശർക്കര ഇട്ടിട്ട് അപ്പം ചൂടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിലേക്ക് കുറച്ച് മൈദപ്പൊടി അരിപ്പൊടി മിക്സാക്കിയിട്ടാണ് നമ്മളിന്ന് അപ്പം ചൂടുന്നത് കേട്ടോ. പക്ഷെ തേങ്ങ ഇടണോ? പോയി കേൾക്കണില്ല, വിളിച്ച് ചോദിച്ചോട്ടെ കേട്ടോ. തേങ്ങ ഇടണമെന്ന്. തേങ്ങ ഇട്ടാൽ ഇങ്ങനെ പറ്റൂല. അപ്പോൾ ഓക്ക് തേങ്ങ ഇടാതെ കുറച്ച് ചുടേണ്ടി വരും. കുറച്ചൊന്നുമില്ല, 1-2 അത് മതിയാവും ഓക്ക്. എനിക്കും ഇഷ്ടമാണ് കേട്ടോ മധുരമുള്ള അപ്പം. അപ്പം നിങ്ങൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒക്കെ നോക്കാൻ നമ്മൾ തിന്നു പോകും. നമുക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മളോട് ഇത് ആദ്യമേ ശീലിച്ച് പോകണതാണ് കേട്ടോ. ഞാൻ വന്ന ടൈമിലൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. കൽത്തപ്പം പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞേ കൽത്തപ്പം ചുട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ കടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താണെന്നറിയില്ല. ആദ്യം ഞാനും ഗതിനും ഇങ്ങനെയൊക്കെ രാവിലെ മധുരം കണ്ടായി. ഇവിടെ അമ്മ എപ്പോഴും വിളിച്ചാൽ പറയട്ടോ രാവിലെ തന്നെ അതാ ഉണ്ടാക്കിയിരിക്കുന്നു ഒഴിച്ചു കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവർക്കും അതൊരു പ്രശ്നമല്ല, ഇവർക്ക് ഇഷ്ടമാണ്. നമ്മളെ പോലെ ഇഷ്ടമല്ലേ, നമുക്ക് മണിക്കാക്കാണ് മധുരമുള്ളതായിട്ട്. ഓക്കെ, ഇതാ ഫുൾ സെറ്റ് എന്ന് പറഞ്ഞതാ. ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കട്ടോ. ഞാൻ മധുരം കുറവാണ്, അതിനും കുറച്ച് കുറവാണ്. കുറച്ചുകൂടെ ചേർത്തിട്ടോ. ഓക്കെ, അപ്പം ഞാനിത് ബാറ്റർ സെറ്റാക്കട്ടെ കേട്ടോ. എന്നിട്ട് അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇതിലേക്ക് തേങ്ങ കൊടുന്നിട്ടു കേട്ടോ. തേങ്ങ ഇട്ടിട്ട് അപ്പോൾ അത് മിക്സാക്കി വെച്ചോ. നമുക്കിത് ഓരോന്നായിട്ട് ചുടണം കേട്ടോ. അപ്പോൾ ഈ ഒരപ്പം ചുടാനാണ് എനിക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം ഞാൻ നല്ലപോലെ മുരിപ്പിച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇട്ട് കേട്ടോ. നമ്മൾ ശർക്കര ആയാലും പഞ്ചസാര ആയാലും ചുട്ട് നമ്മളിങ്ങനെ മധുരമുള്ള അപ്പമൊക്കെ ചുടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ മുരിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ മിന്നുവിന് തേങ്ങ ഇട്ടാലും കഴിക്കുമെന്ന് പറഞ്ഞാൽ കഴിക്കും. പക്ഷെ എന്നാലും ഏലക്കായൻ്റെ ചുവക്ക് ചിലപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഏലക്കായ ഇടാതെ 1-2 ചുട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് രണ്ടാൾക്കും ഏലക്കായപ്പൊടിനോട് വലിയ അലർജിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊക്കെ ചുട്ടെടുക്കട്ടെ കേട്ടോ. അതങ്ങനെ നമ്മൾ ചായയുടെയും ഒക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ സ്കൂൾക്ക് മാറ്റിയിട്ടോ. അപ്പോൾ ഞാൻ കാക്കു ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് സ്കൂൾക്ക് പോണത്. സ്കൂൾക്കൊക്കെ ഉപയോഗിക്കാൻ തന്നെ ആയിട്ടാണ് നമ്മൾ ബാഗ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതറ്റത്തോടെ ആകുമ്പോൾ കുറേ ഇടുമ്പോൾ എനിക്ക് ഇങ്ങനെ വേദന വരും കേട്ടോ. നമ്മൾ മറ്റേ ബാഗ് തന്നെയാണ് കൊണ്ടുപോകല്. കൂടുതലും ഐറ്റംസൊക്കെ നമ്മൾ ബാഗിലുണ്ടാകുന്ന സമയത്ത്, അല്ലാത്ത സമയത്തൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ബാഗ് മേടിച്ചിട്ടുള്ളത്. എന്നാൽ ക്ലാസ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടെട്ടോ. കാക്കു അവിടെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ. പോകുന്നത് ഞാൻ സാധിക്കേണ്ട കൂടെയാണ്. അവനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. പെരുന്തൽമണ്ണ പോയിക്കായിരുന്നു. അപ്പോൾ ഇനി നമ്മളെ ക്ഷീണവും ഇതൊക്കെ മറിഞ്ഞ് നമുക്ക് കുളിക്കണം ആദ്യം. പിന്നെ നമുക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡാക്കണം കേട്ടോ. ചോറ് വേണം, കറി വേണം, ഉപ്പേരി വേണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാണ്, രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ചപ്പ ഉണ്ടായിരുന്നു കേട്ടോ, അതും ചായയും കുടിച്ചിട്ട് കുളിക്കാൻ നിൽക്കുകയാണ്. പിന്നെ
അത് കഴിഞ്ഞിട്ട് ചോറും കൂട്ടാനൊക്കെ മിന്നു സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആക്കണം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പണിയൊക്കെ കിടക്കണേരെ മുന്നിൽ ഇപ്പം കുറച്ച് ചായ കുടിച്ചിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് നിൽക്കട്ടെ. അങ്ങനെ എൻ്റെ ചായയുടെ കഴിഞ്ഞോട്ടോ. ചായയുടെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ നിന്നപ്പോഴാണ് കേട്ടോ ഇപ്പോൾ കുളിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ തന്നെ കയറി. ഇപ്പം നമ്മൾ ഉപ്പേരിയല്ല കേട്ടോ, നമ്മൾ കയ്പക്ക ഫ്രൈ ആക്കണം കേട്ടോ. ഉപ്പേരിനെക്കാട്ടിലും ഒന്നുകൂടെ ഇഷ്ടം ഫ്രൈ ആക്കണേന്. അപ്പോൾ കയ്പക്ക അതുപോലെ ഫ്രൈ ആക്കാനുള്ളതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്താ നമ്മൾ ചോറിനുള്ളതും ഇതാ അവിടെ സെറ്റാക്കി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ളത് മിന്നു ചിലപ്പോൾ കയ്യോളൊന്നും ഓള് നിൽക്കലുണ്ടാവില്ല കേട്ടോ. ഓള് സ്പോർട്സിൻ്റെ കാര്യമായിട്ട് പോകണം എന്തിനാണെന്നറിയോ, ഇങ്ങനെ ഒരു കുട്ടികളെ നിങ്ങൾ കാണാമെന്നറിയോ. ഉച്ച ആയാലും അവിടെ മെഹഫിലിൽ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞതിന് അവിടെ തന്നെ തോന്നും കേട്ടോ. പൊറാട്ടയും അങ്ങനെ എന്തൊക്കെയാണ് കഴിച്ചത്, അങ്ങനെ കഴിക്കാനാണ് പോകുന്നത് ഓല് ഫ്രണ്ട്സ് കേട്ടോ ഉച്ചക്ക്. അപ്പോൾ ഓൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഓള് ഇവിടെ എത്തുട്ടോ. അപ്പം അന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പുണ്ടാവും. അപ്പോഴത്തേക്കുള്ളതാണ് ഞാനീ ഒരുക്കണം കേട്ടോ. അത് നമുക്ക് പൊതുവെ ഉള്ളതാണ്. നമുക്ക് സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ, എനിക്കും ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ താഴ്ന്നാണ് കേട്ടോ കഴിക്കുക. ഓള് സ്കൂളിൽ വന്നാലേ ഫുഡൊക്കെ താഴ്ന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ അല്ലേ, അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ഓള് വരുമ്പോഴത്തേക്ക് ആക്കാമെന്ന് കരുതും. അങ്ങനെ ഇപ്പം ഏതായാലും കുളിക്കാനും കയറി. അപ്പോൾ പിന്നെ നമുക്ക് കുളി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടിരിക്കാം, അത് കരുതിയിട്ടാണ് കേട്ടോ. കയ്പൊക്കെ പിന്നെ അവൾ വന്നിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഫ്രൈ ആക്കാം. പിന്നെ എനിക്കിപ്പം ഇനി എന്താ ഒരു സൗണ്ട് ഫുഡ് വേണം, എന്താ ചോറ് വേണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ചായ അപ്പം കഴിച്ച് ഒരപ്പം ചായ ഒക്കെ കഴിച്ചിട്ടോ മതി. ഇപ്പം ഇനി രാത്രിക്കത്തേക്ക് നോക്കിയാൽ മതി കേട്ടോ. എനിക്ക് ഓളൊക്കെ അങ്ങനെ ആവില്ല. അവിടുന്ന് ഞാൻ നടന്നു പോകുന്ന ആ ക്ഷീണം ഒക്കെ ഉണ്ടാവും കേട്ടോ. രാവിലെ പോയപ്പോഴും ഇതുപോലെ ഒരപ്പ തോന്നുന്നു കഴിച്ച്. അപ്പോൾ വരുന്നത് ഭയങ്കര വിശപ്പോടുക്കനെ കാരണം. അപ്പോഴത്തേക്ക് ഓൾക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ കയ്പൊക്കെ ഇങ്ങനെ ഫ്രൈ ആക്കി വെക്കുന്നത്. അപ്പോൾ അതാ ഞാനിത് നമ്മളിത് സദാ മഞ്ഞൾ മുളക് ഉപ്പ് അതിൽക്കൂടി കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്തിട്ട് ഇതാക്കുക. കറി പിന്നെന്താ, അതിനാണൊരു ഉത്തരമില്ലാത്തത്. എന്ത് വെക്കുന്നുള്ളത് ഉണ്ടാക്കിയതൊക്കെ നാളെ ഒരു നേരത്തേക്ക് വെണ്ടയ്ക്കും തക്കാളിയും കൊടുക്കാറുണ്ട്. എനിക്കാണ് പണിയെടുക്കാതെ എങ്ങനെ കളത്തേക്കാണ് ഇവിടെ. അപ്പോൾ പക്ഷെ എനിക്ക് അടുക്കള പണി എനിക്കിഷ്ടം കേട്ടോ. പുറം പണിക്ക് വലിയൊരു ഉസാറ് പോരാ, അടുക്കള പണി എനിക്കിഷ്ടം. അപ്പോൾ അത് എത്ര വേണേലും ഞാൻ എടുക്കും. അതിനിപ്പം നമ്മൾ ആരെന്ത് കുറ്റം പറഞ്ഞാലും ശരി, നമ്മൾ എത്ര വേണമെങ്കിലും എടുക്കട്ടെ, എത്ര ആൾക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, പുറംപണി വലിയ തൃപ്തിയില്ല. അത് കാപ്പിലാണെങ്കിൽ ഇനിയും പറയട്ടോ, പുറംപണിക്ക് ജംഷിയാണ് കേട്ടോ ഉഷാറ്. പുല്ല് എത്തിക്കൂരുക, വറക് നേരാക്കുക, അങ്ങനെയുള്ള പണിക്കൊക്കെ ഉഷാറാണ്. അങ്ങനെയുള്ള പണിക്ക് ഞാൻ പിന്നേക്കാണ്. പിന്നെ അടുക്കള പണിക്ക് ഞാൻ ഉഷാറാണ്. അടുക്കള പണി എന്ന് പറഞ്ഞാൽ കുക്കിങ് കാര്യങ്ങൾ അതെനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മസാല ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വെള്ളം എൻ്റെ കയ്യുമ്പോൾ പോലുമില്ല. പിന്നെ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് സമയത്തൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുള്ള് വെള്ളം പോലെയൊക്കെ കേട്ടോ. കൈപ്പക്കേന്നൊക്കെ ഇങ്ങനെ നീരിറങ്ങിയിട്ട്. പിന്നെ ഞാനിത് ഫ്രൈ ആക്കുന്ന ടൈമിൽ നമ്മൾ എണ്ണയിൽക്കും കുറച്ച് മുളക് പൊടി ഇട്ടോ. എരിവ് വേണം, അതാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ ഇതിവിടെ സെറ്റ്. നമ്മളെ ചോറും കൂടി ഒരു 2 വിസിലടിച്ചാൽ അതും സെറ്റാവും കേട്ടോ. അപ്പോൾ നമ്മളെ അടുക്കള പണി ലാസ്റ്റ് മീൻ എന്തെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ അത് ശരിയാക്കി അത് ഫ്രൈ ആക്കാൻ നോക്കുക. നാളത്തേക്ക് ഒരു കൈപ്പക്കയും കൂടെ മാറ്റി വെച്ചിട്ടോ. കൈപ്പക്ക സ്ഥിരമായിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കാക്കു ഇന്നലെ പിന്നെ വന്നപ്പോൾ 3 കിലോ കൈപ്പക്കൊന്നും കേട്ടോ. അപ്പോൾ പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടണ്ടേ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ആക്കി തീർത്താൽ പിന്നെ വലിയ പ്രശ്നമല്ലല്ലോ. അങ്ങനെ നമ്മൾ വൈകുന്നേരം 5:30 ആയിട്ടോ. നമ്മളിവിടെ ഇങ്ങനെ ഒരു ഇത് പറയാ ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കണ ഒരു ടൈം കേട്ടോ. കാരണം മറ്റേത് എമി ഓല് അങ്ങോട്ട് ഉള വീട്ടിലേക്ക് കേട്ടോ. സാധിക്കുന്ന ലീവൊക്കെ അല്ല. അപ്പോൾ ഓല് അസർക്ക് ഒരു 3:30 ശേഷം തോന്നും പോയി. മിന്നും ഉണ്ട് കേട്ടോ അവിടെ റൂമിൽ.
അപ്പം ഞാനും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങൾ പറയാനെന്താ, ഒന്ന് ഉമ്മ വരും കേട്ടോ. ഉമ്മ മങ്കടക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹിമ്മാനെയും കൊണ്ടാണ് കാക്കു വരിക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം നമ്മുടെ അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.